ജനാധിപത്യത്തിന്റെ കാതൽ വ്യത്യസ്തകളെ നിലനിർത്തുന്നതാണെന്നും ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ ആധികാരികത ഭാഷയാണെന്നും പ്രൊഫസർ സുനിൽ പി ഇളയിടം മുംബൈയിൽ കേരളീയ കേന്ദ്ര സംഘടനയുടെ സാംസ്കാരിക പരിപാടിയിൽ ഫെഡറൽ വ്യവസ്ഥയിൽ ഭാഷാ ന്യൂനതയുടെ ഇടം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ ആധികാരികത ഭാഷയാണെന്നും ഭാഷ സംരക്ഷിക്കപ്പെടണമെന്നും പ്രൊഫസർ സുനിൽ പി ഇളയിടം പറഞ്ഞു. അതായത് വ്യത്യസ്തതകളുണ്ട്, നിങ്ങൾക്ക് ഭാഷാപരമായ വ്യത്യസ്തതകളുണ്ട്, സാംസ്കാരികമായ വ്യത്യസ്തതകളുണ്ട്, ഭക്ഷണത്തിന്റെ, വസ്ത്രത്തിന്റെ. ഏകതയുടെ മതയുക്തിയിലല്ല വൈവിധ്യത്തിന്റെ ഭാഷായുക്തിയിലാണ് ഇന്ത്യ രൂപപ്പെട്ടതെന്നും ഈ വൈവിധ്യത്തെ ഇല്ലാതാക്കി ഏകഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ഭാരതത്തിൽ നടക്കുന്നതെന്നും ഇളയിടം കുറ്റപ്പെടുത്തി. എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കുന്ന, എല്ലാവരും ഒരേ സംസ്കാരം പങ്കുവയ്ക്കുന്ന, എല്ലാവരും ഒരേ മൂല്യവ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ജീവിതം വാസ്തവത്തിൽ ഒരു അസാധ്യതയാണ്. അസാധ്യത മാത്രമല്ല, അസംബന്ധവുമാണ്. അതില്ല. അത് കൃത്രിമമായി നമുക്ക് മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കാൻ മാത്രമേ കഴിയൂ. വിപുലമായ ഉൾക്കാഴ്ചയുള്ള ഒരു സംവിധാനമാണ് ഭരണഘടനയെന്നും ഭാഷാ ന്യൂനപക്ഷാവകാശം മാതൃഭാഷയിൽ ജീവിക്കാനുള്ള അവകാശമാണെന്നും സുനിൽ പി ഇളയിടം പറഞ്ഞു. KKS പ്രസിഡന്റ് TN ഹരിഹരന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി മാത്യു തോമസ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത വിവർത്തക ലീല സർക്കാർ, നോവലിസ്റ്റ് ബാലകൃഷ്ണൻ, എഴുത്തുകാരി മാനസി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുംബൈ ജാലകം നടത്തിയ ചെറുകഥാ മത്സരത്തിൽ പ്രവാസി എഴുത്തുകാരുടെ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നുവെന്ന് ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞു. മലയാളം ഒരു തരത്തിലും ഉപയോഗിക്കേണ്ടി വരാത്ത ആ ജനം എന്തുമാത്രം ആവേശത്തോടു കൂടിയാണ് ഈ മലയാളം ചെറുകഥാ മത്സരത്തിൽ പങ്കെടുത്തത് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയ്യോപ്പൻ തന്നെ. തുടർന്ന് എഴുത്തുകാരി മാനസിയുടെ നിയന്ത്രണത്തിൽ നടന്ന ചർച്ചയിൽ എഴുത്തിന്റെ ഇടം, വഴികൾ, ഭാഷ എന്നീ വിഷയങ്ങളിൽ മുംബൈയിലെ എഴുത്തുകാർ സംവദിച്ചു. നർത്തകിയും എഴുത്തുകാരിയുമായ നിഷ ഗിൽബർട്ട് ചടങ്ങുകൾ നിയന്ത്രിച്ചു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.